നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ സെഷനിൽ നമ്മൾ ആലോചിക്കുന്നത് സമൃദ്ധിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സമൃദ്ധിക്കായുള്ള അഫർമേഷനുകളാണ്. സമൃദ്ധിയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് എന്തായിരിക്കും? നിങ്ങളൊന്ന് കമന്റ് ചെയ്യാവും. സമൃദ്ധി എന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ വരുന്നത് ഏതോ ഒരു ഘടകമായിരിക്കും, അല്ലെ? പക്ഷെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ അത് മാത്രമാണോ എന്നൊന്ന് ചിന്തിക്കുക. അതൊന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വീണ്ടും ബാക്കി കാര്യങ്ങൾ കേൾക്കുക. സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഘടകം മാത്രമല്ല, സമ്പൂർണമായി ജീവിതത്തിൽ ലഭിക്കുന്ന അബൻഡൻസ്, അല്ലെ? എല്ലാ മേഖലയിലും എല്ലാ തരത്തിലും നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും സമ്പൂർണമായ ഒരു അനുഭൂതിയാണ് സമൃദ്ധി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സമൃദ്ധിയെ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 ഘടകങ്ങളെ പ്രധാനമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണം. എങ്കിൽ മാത്രമേ സമ്പൂർണമായ ഒരു സമൃദ്ധി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. സമൃദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന വാക്ക് ധനം എന്നതാണ്. പണം എന്നതിനപ്പുറത്തേക്ക് സമൃദ്ധിക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. സമൃദ്ധിയിൽ ധനം ഒരു ഘടകമാണെങ്കിലും ആരോഗ്യവും ബന്ധങ്ങളും മനുഷ്യ ജീവിതത്തിൽ സമൃദ്ധിയുടെ പ്രധാന ഘടകങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഫർമേഷനെ പറ്റി പറയുമ്പോൾ 3 ഘടകങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള അഫർമേഷനുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതായത് സമൃദ്ധിയുടെ സമ്പൂർണമായ സമൃദ്ധിക്ക് ആവശ്യമായ സമ്പത്തും ആരോഗ്യവും ബന്ധങ്ങളും അടങ്ങുന്ന ഒരു അഫർമേഷൻ പ്രാക്ടീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ അഫർമേഷനുകൾ ഒന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകാം. കാരണം പുതിയതായി വീഡിയോ കാണുന്നവർക്ക് അതൊന്ന് മനസ്സിലാക്കണം. ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇനിയും തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അഫർമേഷനുകൾ ബെനിഫിറ്റ്സ്, അഫർമേഷൻ എന്താണ് എന്നൊക്കെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുള്ളൂ. അത് പറഞ്ഞു വന്നപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അഫർമേഷനുകൾ മാത്രം അടങ്ങിയ ഒരു മലയാളത്തിലെ ആദ്യത്തെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മറ്റു പുസ്തകങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ ഒരു പുസ്തകം ഉടനെ തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട 5 ഘടകങ്ങൾക്ക്, അതായത് സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, നമ്മുടെ സ്പിരിച്വാലിറ്റി, അതുപോലെ കൂടാതെ കണ്ട് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ ഫൊർഗീവ്നെസ്, അങ്ങനെ ഉള്ള ഘടകങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഫർമേഷനുകളും അതിൻ്റെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതും അതിൻ്റെ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ അത് മാറ്റം ഉണ്ടാക്കുന്നതും എന്നൊക്കെ വളരെ വിശദമായി ഉള്ള ഒരു പഠനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ എന്താ പറയുക പഠനങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഞാൻ പ്രാക്ടീസ് ചെയ്തെടുത്ത രീതികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്പൂർണമായ ഒരു പുസ്തകം എല്ലാം തയ്യാറായി പ്രിന്റിങ്ങിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ട സാവകാശം മാത്രമല്ല, വളരെ വ്യക്തമായി മലയാളത്തിൽ, പ്യൂറമായിട്ട് മലയാളത്തിൽ തന്നെയാണ് പുസ്തകമുള്ളത്. ആവശ്യമുള്ളവർ ഇപ്പം തന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഉടനെ അത് കിട്ടും. 1 ആഴ്ച 2 ആഴ്ചക്കകത്തുമ്പോൾ പ്രിന്റ് ചെയ്ത് കിട്ടും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം. നിങ്ങൾ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് എൻ്റെ മറ്റൊരു പുസ്തകം ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകൾ എന്നുള്ളത്. 104 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെയിലി പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ താഴെ കമന്റ് ചെയ്താൽ അഡ്മിന്മാർ നിങ്ങൾക്ക് അത് അയച്ചു തരും. പുസ്തകത്തിന്റെ പേരാണ് ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകൾ. അപ്പോൾ സമൃദ്ധി ആകർഷിക്കാനുള്ള അഫർമേഷൻസ് പഠിക്കുന്നതിന് മുമ്പ് ഈ അഫർമേഷനുകൾ എന്താണ് എന്നൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. അതിങ്ങനെയാണ്. അഫർമേഷനുകൾ എന്നാൽ ചുരുക്കമായ പോസിറ്റീവായിട്ടുള്ള നമുക്ക് ആവശ്യമായ ഫലങ്ങൾ നൽകുന്ന വാക്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അഫർമേഷനുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ അന്ധചേതനയായ മനസ്സിനെ പുനഃക്രമിച്ച്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പുനഃക്രമീകരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളും ുള്ള പൂർണ്ണമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് നമ്മുടെ ബ്രെയിനിന്റെ സിസ്റ്റത്തെ കൃത്യമായി പാകപ്പെടുത്തുന്നു. അതിൻ്റെ ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഘടകങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ന്യൂറോൺസുകളാണ് നമ്മൾ ബ്രെയിൻസ് എന്നും ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ് ബ്രെയിൻസ് വർക്ക് ചെയ്യുന്നതൊക്കെ ഒരുപാട് പഠനങ്ങളിലൂടെ വരുമ്പോൾ അതിനകത്ത് നമ്മുടെ ന്യൂറോൺസ് സിസ്റ്റത്തെ മുഴുവൻ കൃത്യമായി പാകപ്പെടുത്തിയെടുക്കാൻ ഏറ്റവും ഉചിതമായ മാർഗമാണ്
റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ആ റിപ്പീറ്റേഷനിലൂടെയാണ് നമുക്ക് ഏതും സാധ്യമാകും. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്ന ഒരാൾക്ക് കൃത്യമായി നെഗറ്റീവ് ചിന്തകൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കൂടുതൽ ജീവിതത്തിൽ നെഗറ്റിവിറ്റി സംഭവിക്കുന്നത്. എന്ന പോലെ തന്നെ പോസിറ്റീവ് ചിന്തിച്ചു, പോസിറ്റീവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് ജീവിതത്തിൽ പോസിറ്റീവ് തന്നെ സംഭവിക്കും എന്ന ഒരു തത്വം മനസ്സിലാക്കുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇനി അഫർമേഷനുള്ള ശക്തി എന്താണ് എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടി എന്ന് വെച്ചാൽ അഫർമേഷനുകൾ നമ്മളുടെ നിലവിലുള്ള വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തി പോസിറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളെ ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പോസിറ്റീവ് അനുഭവങ്ങൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര മാത്രമാണ് അഫർമേഷന്റെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകും, വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്കത് സാധ്യവുമാകില്ല. അപ്പോൾ അഫർമേഷനെ പറ്റി ചോദ്യം ചെയ്യുന്ന ആൾക്കുള്ള മറുപടി നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു നിങ്ങൾ അതായിത്തീരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ അഫർമേഷൻ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്ന് കൂടി ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുക. വളരെ ലളിതമാണ്. 3 പ്രക്രിയകളാണ് അഫർമേഷൻ രൂപപ്പെടുത്താനായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ നിലവിലുള്ള നിമിഷത്തിൽ കേന്ദ്രീകരിക്കുക എന്ന് പറയും. അതായത് അഫർമേഷനുകൾ ഇപ്പോഴത്തെ കാലഭേദത്തിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ഇത് പ്രസന്റ് ടെൻസിലാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ പാകപ്പെടുത്തി എഴുതണം. അപ്പോൾ മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ആ അനുഭവങ്ങളാണ്, അതായത് അതിന്റെ ഇമോഷൻസുകളാണ്, ഇതിന്റെ വികാരങ്ങളാണ്, അതിന് തത്തുല്യമായ വൈബ്രേഷനുകൾ നമ്മളിൽ ഉണ്ടാക്കുകയും അത് സാധ്യമാവുകയും ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഘടകം, എപ്പോഴും അഫർമേഷൻ എഴുതുമ്പോൾ നിഷ്കളങ്കവും പോസിറ്റീവുമായ വാക്കുകൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. നിഷേധാത്മകമായ ഭാഷ ഒഴിവാക്കുക. നിങ്ങളുടെ നിലവിലുള്ള അഭിലാഷങ്ങളെ വ്യക്തമാക്കുന്ന വാക്കുകൾ മാത്രമായിരിക്കണം ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അത് ഞാൻ താഴെ പറയുന്ന അഫർമേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇതെങ്ങനെയാണ് കൃത്യമായി. ഇപ്പോൾ നിത്യജീവിതത്തിൽ അത് മനസ്സിലാക്കി നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ അഫർമേഷൻസുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ഇത് എളുപ്പത്തിൽ നമുക്ക് സാധ്യമാകുന്നതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, എപ്പോഴും അത് പേഴ്സണലൈസ് ചെയ്യണം, അല്ലെങ്കിൽ വ്യക്തിപരമാക്കി മാറ്റണം എന്ന് പറയുന്നത്. നമ്മളുടെ നിലവിലുള്ള വ്യക്തിഗത ലക്ഷ്യങ്ങളോടും മൂല്യങ്ങളോടും പൊരുത്തപ്പെടുന്ന അഫർമേഷനുകളാക്കി അതിനെ മാറ്റുക എന്ന് പറയും. അത് വളരെ കൃത്യമായി ചെയ്യേണ്ടത് വ്യക്തിപരമായിരിക്കണം എപ്പോഴും അഫർമേഷൻ പ്രാക്ടീസുകൾ എന്ന്. അപ്പോൾ ഇനി നമുക്ക് നേരെ അഫർമേഷൻസ് പഠിക്കാം. നമ്മൾ 3 കാര്യങ്ങളിലെ അഫർമേഷൻസ് ആണ് ഇന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളിലാകുമ്പോൾ 3 അഫർമേഷൻ വെച്ച് പഠിക്കാം അല്ലെ. 3 9 എന്നുള്ളത് നമുക്ക് 3 വെച്ച് പഠിക്കാം. ഇന്നത്തെ കാര്യം ഇന്നലെ 2 വെച്ച് പിടിച്ചു, ഇന്നലെ നമ്മൾ 11 വെച്ച് പിടിച്ചു, ഇന്ന് നമുക്ക് 3 വെച്ച് പിടിക്കാം. 3 9 ആക്കി എടുക്കാം. അപ്പൊ സമ്പത്തിനായിട്ടുള്ള അഫർമേഷൻ എഴുതിക്കൊള്ളുക, തയ്യാറാവുക. സമ്പത്ത് അല്ലെങ്കിൽ സമൃദ്ധിയുടെ ഒരു ഘടകമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ സമ്പത്തിനായുള്ള അഫർമേഷൻസുകൾ എഴുതിക്കോളൂ. റെഡി? താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചങ്കിനോടൊക്കെ പറയുക, കണ്ടോ, ഇങ്ങനെ നീ പ്രാക്ടീസ് ചെയ്തോ, നിന്റെ ജീവിതം രക്ഷപ്പെടും എന്നൊക്കെ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അഫർമേഷനുകൾ അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കാനും ഒക്കെയുള്ള ഘടകങ്ങൾ നമ്മൾ ഉടനെ തന്നെ ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ സമ്പത്തിനായിട്ടുള്ള അഫർമേഷൻ പറയാം. ഒന്നാമത്തത്, വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒന്ന് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഏതാണ്? സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ബട്ടൺ പ്രസ് ചെയ്യണം. ഫേസ്ബുക്കിലുള്ളവർ ഫോളോ, യൂട്യൂബ് കാണുന്ന സബ്സ്ക്രൈബ്, അതിൻ്റെ ഏതാണോ അത് നിങ്ങൾ കാണുന്ന വീഡിയോ അതൊന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു ഒന്നുകൂടി പറയൂ. താങ്ക് യു. ഓക്കെ, അപ്പോൾ സമ്പത്തിനും സമൃദ്ധിക്കും ഞാൻ ആകർഷകനാണ് എന്ന് പറയാൻ മറക്കാതിരിക്കുക. എന്താണ്? സമ്പത്തിനും സമൃദ്ധിക്കും ഞാൻ ആകർഷകനാണ് എന്നുള്ള ഒരു പദം. അതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ അതിനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം നമ്മൾ നടത്തുന്നു. രണ്ടാമത്തത്, എന്റെ ജീവിതത്തിലെ സമൃദ്ധിക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുന്നു. എന്റെ ജീവിതത്തിലെ സമൃദ്ധിക്ക് ഞാൻ നന്ദി പറയുന്നു. ചോദ്യം വേണ്ട, സമൃദ്ധി ഉണ്ടോ ഇല്ലെന്ന്. എല്ലാവർക്കും സമൃദ്ധിയുണ്ട്. സമൃദ്ധി ഇല്ലാത്ത ആരും ഈ ലോകത്തില്ല. അതുകൊണ്ട് പൂർണ്ണമായ വിശ്വാസപൂർവ്വം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്റെ ജീവിതത്തിലെ സമൃദ്ധിക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തത്, ധനപരമായ വിജയത്തിന് ഞാൻ അർഹനാണ് എന്നുള്ള അഫർമേഷൻ.
എല്ലാവരും അർഹരാണ്. അതുകൊണ്ട് 100% നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ധനപരമായ വിജയത്തിന് ഞാൻ അർഹനാണ് എന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ദിവസവും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഒരു ദിവസം ഒരു അഫർമേഷൻ മിനിമം 21 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എളുപ്പമാണല്ലോ, പറയാൻ പറ്റുമല്ലോ. സമ്പത്തിനും സമൃദ്ധിക്കും ഞാൻ ആകർഷകനാണ്, സമ്പത്തിന് ഞാൻ സമൃദ്ധിക്കും ഞാൻ ആകർഷകൻ 21 തവണ പറയാൻ എളുപ്പമാണ്. പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ള, രാവിലെയും വൈകിട്ടും പറയാൻ പറ്റും, അത്രയും സന്തോഷം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മുടെ ആരോഗ്യത്തിനായിട്ടുള്ള അഫർമേഷൻസുകളാണ്. ആരോഗ്യത്തിന് അഫർമേഷൻ എപ്പോഴും നമ്മൾ ചിരിച്ച ഭാവത്തോടു കൂടി പൂർണ്ണമായി ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ ശ്രമിക്കണം. എൻ്റെ ശരീരം ആരോഗ്യവും ശക്തിയും നിറഞ്ഞതാണ് എന്ന് പറയുക. എൻ്റെ ശരീരവും ആരോഗ്യവും ശക്തിയും നിറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എനിക്ക് ഉത്സാഹവും ഊർജവും നിറഞ്ഞ ജീവിതം നൽകപ്പെട്ടിരിക്കുന്നു, അതിന് നന്ദി എന്ന് പറയുക. രണ്ടാമത്തത്, എനിക്ക് ഉത്സാഹവും ഊർജവും നിറഞ്ഞ ജീവിതം നൽകപ്പെട്ടിരിക്കുന്നതിന് നന്ദി എന്ന് പറയുക. മൂന്നാമത്തെ അഫർമേഷൻ, ആരോഗ്യത്തിനും ആന്തരിക സമാധാനത്തിനും എനിക്ക് നന്ദിയുണ്ട് എന്ന് പറയാം. ആരോഗ്യത്തിനും ആന്തരിക സമാധാനത്തിനും എനിക്ക് നന്ദിയുണ്ട് എന്ന് ആവർത്തിച്ച് പറയുക. ഇനി ബന്ധങ്ങൾക്കായുള്ള അഫർമേഷൻ, ഞാൻ കുറച്ച് ഫാസ്റ്റാണ് പറയുന്നത്, കാരണം ആ പാട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ വിശദമാക്കി പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ബോധത്തോടു കൂടിയാണ് പറയുന്നത്. ബന്ധങ്ങൾക്കായുള്ള അഫർമേഷൻ. എന്താണ് ബന്ധങ്ങൾ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ എന്ന് മനസ്സിലാക്കുക. എനിക്ക് സ്നേഹപൂർണമായ സഹായകരമായ ബന്ധങ്ങൾ ലഭിക്കുന്നു എന്ന് കൺഫർമേറ്റീവ് ആയിട്ട് പറയുക, സ്ഥാപിതമായി പറയുക. എനിക്ക് സ്നേഹപൂർണമായ സഹായകരമായ ബന്ധങ്ങൾ ലഭിക്കുന്നു എന്ന്. രണ്ടാമത്തത്, എൻ്റെ ജീവിതത്തിൽ ആരോഗ്യമുള്ള തൃപ്തികരമായ ബന്ധങ്ങൾ ഞാൻ ആകർഷിക്കുന്നു എന്നത്. എൻ്റെ ജീവിതത്തിൽ ആരോഗ്യമുള്ള തൃപ്തികരമായ ബന്ധങ്ങൾ ഞാൻ ആകർഷിക്കുന്നു എന്ന്. അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു മാതിരി അവിടുന്ന് ഇറങ്ങി വരണം കേട്ടോ സാധനം, അകത്തുനിന്നൊക്കെ ഒരു സാധനം. അല്ലെങ്കിൽ ഇങ്ങനെ പറയരുത്, നല്ല ഭാവത്തിൽ സന്തോഷത്തോട് പറയണം. അല്ലെങ്കിൽ ചില ആൾ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആരോഗ്യമുള്ള തൃപ്തികരമായി, ഇങ്ങനെയൊന്നും ഈ സാധനം വരില്ല. ഇത് ഫീൽ ചെയ്യണം, വരും, അകത്തുനിന്ന് ഫീലും. എൻ്റെ ജീവിതത്തിൽ ആരോഗ്യമുള്ള തൃപ്തികരമായ ബന്ധങ്ങൾ ഞാൻ ആകർഷിക്കുന്നു എന്ന് ഇങ്ങനെ നമുക്ക് വൈബ്രേഷൻ വരണം ഇത് പറയുമ്പോൾ, അപ്പോൾ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. അപ്പൊ മൂന്നാമത്തത്, സ്നേഹത്തിനും സന്തോഷത്തിനും ഞാൻ അർഹനാണ് എന്ന് പറയാൻ മറക്കരുത്. സ്നേഹത്തിനും സന്തോഷത്തിനും ഞാൻ അർഹനാണ് എന്നുള്ള കൃത്യമായ പഠനം, കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ 9 അഫർമേഷനുകൾ, 3 ഘടകങ്ങളിലൂടെ 9 അഫർമേഷനുകൾ മാത്രം നിങ്ങൾ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജീവിതം തന്നെ, എന്താണ് പറയുക പിന്നെ വാക്ക്, ജീവിതം തന്നെ ജിങ്കാലാല എന്ന് പറയും അല്ലേ, അത് പറയുക. അങ്ങനെ ജീവിതത്തെ സന്തോഷത്തോടെ കാണുക. തൃപ്തികരമായ സമൃദ്ധമായ സമൃദ്ധിയുള്ള ജീവിതമാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കുക. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയി പറയാനുണ്ട്, ഈ കോച്ചിങ്ങിലും ഇതുപോലെ ആൾക്കാരെ കോച്ച് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഞാൻ കോച്ച് ദ കോച്ച് പ്രോഗ്രാം എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് ആൾക്കാരെ സംസാരിക്കാനും അതിലൂടെ മറ്റുള്ളവരുടെ മനസ്സിനെ മാറ്റാനും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു വഴിത്താറായി മാറാനും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, സാധാരണ മനുഷ്യരെ സഹായിക്കാനും അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താനും ഒക്കെ, അതിലൂടെ നമ്മുടെ ജീവിതവും മെച്ചപ്പെടുത്താനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ കോച്ച് ദ കോച്ച് പ്രോഗ്രാമിൽ. അത് വളരെ പാഷനേറ്റീവ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആകെ 10-15 സീറ്റുകൾ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. കൂടുതൽ ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നമുക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ വിശദമായി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഓഫീസ് പോകേണ്ട സമയമായി. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.